ഹായ് ഡിയേഴ്സ്, ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ടോൾ കേക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഫൈനൽ കോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ നമ്മൾ ലൈറ്റ് പിങ്കായിട്ട് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടി. അത് നമ്മൾ കേക്കിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ടോപ്പിങ്ങിൽ വെച്ച് കൊടുത്ത് ഈ ടോൾ കേക്ക് ആകുമ്പം നമുക്ക് ഇച്ചിരി താമസമാണ് അത് ഫിനിഷ് ചെയ്തെടുക്കൽ. കുറച്ച് ക്രീം നമുക്ക് ഫൈനൽ കോട്ടിങ്ങിന് കൂടുതൽ ഉപയോഗിക്കണം, എന്നാലേ ടോൾ കേക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ സൈഡ് ഭാഗവും മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കുകയാണ്. ടോൾ കേക്ക് എന്ന് പറയുമ്പോൾ താഴെയും മുകൾ ഭാഗം എല്ലാം നമുക്ക് ഒരേ ലെവലിന് കിട്ടണമല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവരയച്ചു തന്ന ഫോട്ടോയിലും റെഫറൻസ് പിക്കായിട്ട് തന്ന ആ ഫോട്ടോയിലും ഷാർപ്പ് എഡ്ജ് അല്ലായിരുന്നു. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഫിനിഷിംഗാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന അതിനകത്ത് മെയിനായിട്ടും അത് ബട്ടർഫ്ലൈസ് ആയിരുന്നു ആ റെഫറൻസ് പിക്കിലുണ്ടായിരുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു പിങ്കും ഒരു പർപ്പിളിഷ് ഷെയ്ഡുള്ള ഒരു ബട്ടർഫ്ലൈസാണ് അതിനകത്തുണ്ടായിരുന്നത്. ചെറുതും വലുതുമായിട്ട് ടോപ്പിലും ഫ്രണ്ടിലും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അത് നമ്മൾ മേടിച്ചിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഏകദേശം ഈ സെയിം അളവിലുള്ളതും ഇത്രയും എണ്ണവും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൽ 4 എണ്ണം, പിങ്ക് 2 എണ്ണം, പർപ്പിൾ ഷെയ്ഡായിട്ടുള്ള 2 എണ്ണം, അതുപോലെ തന്നെ സൈഡിലേക്ക് ചെരിച്ചാണ് ബട്ടർഫ്ലൈസ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. എല്ലാം മുകളിൽ നിന്നുള്ളതും ടോപ്പിലേക്ക് വെച്ചു. പിന്നെ സൈഡിലേക്കുള്ളതും വെച്ചതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ചെറിയൊരു ടോപ്പറും കൂടി വെക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ബർത്ത്ഡേ ഗേളുടെ പേരൊക്കെ എഴുതി. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യേ. താങ്ക് യു.